നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ഏഴംകുളം പട്ടാഴിമുക്കിൽ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ മരിച്ച അധ്യാപിക അനുജ രവീന്ദ്രനും സുഹൃത്ത് സ്വകാര്യ ബസ് ഡ്രൈവർ ഹാഷിമും തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഒരു വർഷമായെന്ന് സൂചന. അനുജയുടെയും ഹാഷിമിന്റെയും മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് ഇക്കാര്യം കണ്ടെത്താനായത്. കാറിൽ നിന്നും ലഭിച്ച ഹാഷിമിന്റെ 2 ഫോണുകളും അനുജയുടെ ഒരു ഫോണും പോലീസ് സൈബർ സെൽ വഴി പരിശോധിച്ചു. ഇരുവരും സ്ഥിരമായി ഫോണിൽ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ അടുപ്പത്തെ പറ്റി പക്ഷേ ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത്. ഈ ബസ്സിലാണ് അനുജ യാത്ര ചെയ്തിരുന്നത്. അപകടമുണ്ടാക്കിയ കാറും ലോറിയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ഹാഷിം മനഃപൂർവ്വം കാർ ലോറിയിലേക്ക് ഇടിച്ചുകയറ്റി അപകടമുണ്ടാക്കിയതെന്നാണ് നിഗമനം. അപകട സ്ഥലത്ത് കാർ ബ്രേക്ക് ചെയ്ത പാടുകളൊന്നുമില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു. ഇതാണ് ഹാഷിം മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാനായി കാറ് ഇടിച്ചു കയറ്റിയതാണെന്ന വാദത്തിന് ബലമേകുന്നത്. അനുജ പുറകിലെ സീറ്റിലായിരുന്നുവെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ മുൻ സീറ്റിൽ നിന്ന് തെറിച്ച് പിന്നിലേക്ക് വീണതാകാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതേ അനുമാനത്തിലാണ് പോലീസും മുന്നോട്ട് പോകുന്നത്. കാർ അമിത വേഗത്തിലായിരുന്നു. തെറ്റായ ദിശയിലൂടെ ലോറിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു. കാറിന്റെ ബ്രേക്ക് ഉപയോഗിച്ചിരുന്നില്ല. അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് 2 മാസം മുൻപാണെന്നും സൂചനകളുണ്ട്. എന്നാൽ കാറിൽ എയർ ബാഗ് ഇല്ലായിരുന്നു. പഴയ അടൂർ രജിസ്ട്രേഷനിലാണ് കാർ. ഇതിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലെന്നും MVD വ്യക്തമാക്കുന്നുണ്ട്. കായംകുളത്ത് ഭർത്താവ് പണി കഴിപ്പിച്ച് വീട്ടിലേക്ക് മാറി താമസിക്കാനുള്ള അനുജയുടെ തീരുമാനം ഹാഷിം അറിഞ്ഞതാണ് മരണത്തിലേക്ക് നയിച്ച അപകടത്തിന് കാരണമായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 1 വർഷം മുൻപാണ് അനുജയുടെ ഭർത്താവ് കായംകുളത്ത് പുതിയ വീട് വെച്ചത്. അനുജ കൈവിട്ടു പോകുമെന്ന തോന്നലാണ് ഹാഷിമിനെ ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് നിഗമനം. തിരുവനന്തപുരത്തേക്ക് വിനോദയാത്ര പോയ അധ്യാപകരുടെ സംഘം സഞ്ചരിച്ച ട്രാവലറിന് കുറുകെ കാർ നിർത്തിയാണ് ഹാഷിം അനുജയെ വിളിച്ചിറക്കി കൊണ്ടുപോയത്. ഏറ്റവും മുൻപിൽ ഇടതുഭാഗത്തിരുന്ന അനുജയോട് ഇറങ്ങി വരാൻ ഇയാൾ ആക്രോശിക്കുകയായിരുന്നു. ആദ്യം അനുജ ഒന്ന് പകച്ചുവെങ്കിലും പിന്നീട് സമീപത്തിരുന്ന അധ്യാപികയോട് അനുജൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞ് ട്രാവലറിൽ നിന്ന് അവർ ഇറങ്ങുകയായിരുന്നു. അനുജ കയറിയ ഉടൻ ഹാഷിം കാർ അമിത വേഗത്തിൽ മുന്നോട്ടെടുത്തു. പിന്നീട് വളരെ വേഗം കാറ് കൺമുൻപിൽ നിന്ന് മറഞ്ഞതായും അധ്യാപകർ പറയുന്നു. ഇതിനിടെ ഇതേ റൂട്ടിൽ സഞ്ചരിച്ച ചിലരും ഇരുവരും സഞ്ചരിച്ച വാഹനം കണ്ടതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.